അപ്പോൾ മഴ പെയ്തപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാമെന്നിങ്ങനെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്നത് ചക്കക്കുരുയാണ്. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും വിതറി ഒപ്പാപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ തൊലി പുറമെയുള്ള തൊലി നന്നായിട്ട് കളയുക. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ തൊലി ഉണ്ട്, അത് നന്നായിട്ട് കളയേണ്ടവർക്ക് കളയാം. അപ്പോൾ ഞാൻ അല്പം മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തൊലി കളയാൻ നല്ല റിസ്ക്കാണ്. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുക്കറിലേക്ക് വീണ്ടും ഒഴിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് പാകാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ 500 പാലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക. തേങ്ങാപ്പാൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച നല്ല ജീരകവും അതുപോലെ തന്നെ ഏലക്കായും കൂടി അല്പം പഞ്ചസാരയും കൂടി ചേർത്തുകൊണ്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കശുവണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ കശുവണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പായസത്തേക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പായസം കുടിക്കാൻ. അപ്പോൾ നിങ്ങളും ചക്കക്കുരു പായസം ഉണ്ടാക്കി നോക്കുക. ചക്കക്കുരു പായസമാണെന്ന് തന്നെ പറയില്ല. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കോ തരാൻ മറക്കരുത്.